ചൈനയുടെ മരുഭൂമിയുടെ നടുവിൽ ജീവൻ്റെ ഒരംശം പോലും ഇല്ലാത്ത തരിശ് ഭൂമിയിൽ ഒരിക്കൽ അമേരിക്കൻ സാറ്റലൈറ്റുകൾ പകർത്തിയ ചില ചിത്രങ്ങൾ ലോകത്തെ ഞെട്ടിച്ചു. വെള്ളത്തിൽ ഒഴുകേണ്ട ഒരു വിമാനവാഹിനി കപ്പൽ, എന്നാൽ ഇത് കടലിലല്ല, ഉണങ്ങിയ മരുഭൂമിയിൽ. ലോകത്തെ ആവർത്തിച്ചമ്പരിപ്പിക്കുന്ന കണ്ടുപിടുത്തങ്ങളുടെയും സാങ്കേതിക പരീക്ഷണങ്ങളുടെയും നാടായ ചൈന എന്തിനാണ് മരുഭൂമിയിൽ തന്നെ ഒരു പൂർണ്ണ വിമാനവാഹിനി കപ്പൽ പകർത്തിയതുപോലെ നിർമ്മിച്ചത്? വെറും പരീക്ഷണമോ അതോ ലോകത്തെ മുഴുവൻ ലക്ഷ്യം വെച്ചുള്ള ഒരു മുന്നറിയിപ്പോ? 2021 അമേരിക്കൻ ഉപഗ്രഹങ്ങളെടുത്ത ചിത്രങ്ങളിൽ വ്യക്തമായി കാണാമായിരുന്നു അമേരിക്കയുടെ ഏറ്റവും ശക്തമായ യുദ്ധക്കപ്പലുകളിലൊന്നായ നിമിറ്റ്സ് ക്ലാസ് എയർക്രാഫ്റ്റ് കാരിയറിൻ്റെ യഥാർത്ഥ പകർപ്പ്. അതിൻ്റെ ഓരോ വളവും ചെരുവും ആകൃതിയും കൃത്യമായിട്ടാണ് പുനർനിർമ്മിച്ചത്. എന്നാൽ ഇത് യഥാർത്ഥ ലോഹക്കപ്പലല്ല, മരപ്പലകകളും സ്റ്റീൽ ഫ്രെയിമുകളും ചേർത്ത് നിർമ്മിച്ചതായിരുന്നു, അതും റെയിൽ പാളങ്ങളിൽ സ്ഥാപിച്ച്. ആദ്യം വിശകലന വിദഗ്ധർ അത്ഭുതപ്പെട്ടു. മരുഭൂമിയിൽ ഒരു വ്യാജ US യുദ്ധക്കപ്പൽ എന്തിനാണ്? പക്ഷേ റഡാർ പരിശോധനകൾ ഒരു ഞെട്ടിക്കുന്ന സത്യത്തെ വെളിപ്പെടുത്തി. ഇത് സിനിമാ സെറ്റോ ട്രെയിനിങ് ഗ്രൗണ്ടോ അല്ല, ഇത് മിസൈൽ പരീക്ഷണ കേന്ദ്രമായിരുന്നു. ചൈന പഠിച്ചുകൊണ്ടിരുന്നത് എന്തെന്നാൽ തായ്വാനെ സംരക്ഷിക്കാൻ US നാവികസേന അയക്കുന്ന വിമാനവാഹിനി കപ്പലുകളെ എങ്ങനെ കൃത്യമായി ആക്രമിക്കാമെന്നാണ്. കാരണം തായ്വാനും ചൈനയുമായി സംഘർഷമുണ്ടായാൽ ആദ്യം പ്രതികരിക്കുക US വിമാനവാഹിനി കപ്പലുകളായിരിക്കും. ഇത് ചൈനയ്ക്ക് നന്നായി അറിയാം. അതിനാൽ അവയെ ചെറുക്കാനുള്ള പരിശീലനം മരുഭൂമിയിലിട്ടാണ് ആരംഭിച്ചത്. ഈ വ്യാജ കപ്പലുകളെ ലക്ഷ്യമിട്ട് ചൈന യഥാർത്ഥ ബാലിസ്റ്റിക് മിസൈലുകൾ പരീക്ഷിച്ചു. ചിത്രങ്ങളിൽ കാണപ്പെട്ടതുപോലെ ചില കപ്പലുകൾക്ക് നടുവിൽ വൻ ഗർത്തങ്ങൾ, തകർന്ന ഘടനകൾ, എല്ലാം കൃത്യതയോടെ മാരകമായി അടിച്ചു തകർത്തതിൻ്റെ തെളിവുകൾ. ഇതോടെ ഉയരുന്ന പ്രധാനമൊരു ചോദ്യം, ഇത് വെറും പരീക്ഷണമോ അതോ അമേരിക്കയ്ക്കുള്ള നേരിട്ടുള്ള സന്ദേശമോ? ചൈനയ്ക്ക് അറിയാമായിരുന്നു ഉപഗ്രഹങ്ങൾ എല്ലാം നിരീക്ഷിക്കും, അമേരിക്ക കാണും. അതുകൊണ്ട് തന്നെ ഇതൊരു സൂക്ഷ്മ സന്ദേശമായിരുന്നു. നിങ്ങളുടെ ഓരോ നീക്കവും ഞങ്ങൾക്കറിയാം, ഞങ്ങൾ തയ്യാറാണ്, ഞങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു. മാനസിക ഭീഷണി സൃഷ്ടിക്കുന്നതും യുദ്ധത്തിനു മുമ്പുള്ള സൈക്കോളജിക്കൽ സമ്മർദ്ദം നൽകുന്നതുമാണ് ഇതുപോലുള്ള സാങ്കേതിക വിദ്യകൾ. മരുഭൂമിയിൽ ഒരു വലിയ ചെസ് ബോർഡ് തീർത്ത് ശത്രുവിൻ്റെ രാജാവിനെ നടുവിൽ നിർത്തി ചെക്ക് വിളിക്കാൻ ചൈന പരിശീലിക്കുന്നു എന്നതുപോലെ. ഒരു നിമിഷം ചിന്തിക്കുക, തൈവാൻ ചൈന സംഘർഷം പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെട്ടാൽ US വിമാനവാഹിനികൾ സഹായത്തിന് വരും. എന്നാൽ ആ നിമിഷത്തിനായി ചൈന ഇതിനകം പരിശീലനം നേടിയിരിക്കുന്നു. യഥാർത്ഥ ആകൃതിയിലുള്ള കപ്പലുകൾ മരുഭൂമിയിൽ നിർമ്മിച്ച് അവരുടെ ഹൈപ്പർസോണിക് മിസൈലുകൾക്ക് തീക്ഷ്ണത നൽകി. എവിടെ അടിക്കണമെന്ന് അവർക്കറിയാം, കാരണം അവർ ഇതിനകം റിഹേഴ്സൽ നടത്തിക്കഴിഞ്ഞു. ചൈനയുടെ ലക്ഷ്യം വെറും യുദ്ധം ജയിക്കുക മാത്രമല്ല, ഏഷ്യയിലെ അമേരിക്കൻ ശക്തിയെ ഒതുക്കുക എന്നതുമാണ്. ഇതിനകം തന്നെ അവർ DF-21, DF-26 പോലുള്ള എയർക്രാഫ്റ്റ് കാരിയർ കില്ലർ മിസൈലുകൾ പരീക്ഷിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഉപഗ്രഹങ്ങളുടെ സഹായത്തോടെ ഇവ 100 കണക്കിന് കിലോമീറ്റർ അകലെയുള്ള ചലിക്കുന്ന കപ്പലുകളെയും തകർക്കും. ദക്ഷിണ ചൈന കടലിൻ്റെ മുഴുവൻ നിയന്ത്രണവും ആഗോള വ്യാപാര പാതകളുടെ മേൽക്കോയ്മയും ഇതാണ് ചൈനയുടെ ദീർഘകാല സ്വപ്നം. മരുഭൂമിയിലെ ആ വ്യാജ യുദ്ധക്കപ്പൽ യുദ്ധത്തിന് മാത്രമല്ല, ലോകത്തോടുള്ള പ്രഖ്യാപനവുമാണ്. ഞങ്ങൾ വരാനിരിക്കുന്ന സൂപ്പർ പവറാണ്, ഞങ്ങളെ നേരിടാൻ അമേരിക്ക പോലും 2 തവണ ചിന്തിക്കേണ്ടി വരും. ഇതുതന്നെയാണ് പെൻറ്റഗൺ ഇപ്പോൾ ജപ്പാൻ, ഇന്ത്യ, ഓസ്ട്രേലിയ എന്നിവരുമായി കൂട്ടായ്മകൾ കെട്ടിപ്പടുക്കുകയും ആൻറ്റി ഹൈപ്പർസോണിക് പ്രതിരോധ സംവിധാനങ്ങളിൽ കോടിക്കണക്കിന് ഡോളർ നിക്ഷേപിക്കുകയും ചെയ്യുന്ന പ്രധാന കാരണം. അടുത്ത തവണ നിങ്ങൾ ലോകഭൂപടം നോക്കുമ്പോൾ ചൈനയുടെ മരുഭൂമിയുടെ നടുവിൽ ജീവനില്ലാത്തൊരു US വിമാനവാഹിനി കപ്പൽ നിശബ്ദമായി കിടക്കുന്നതായി ഓർമ്മിക്കുക. അത് ഒരിക്കലും സഞ്ചരിച്ചിട്ടില്ല, അതിൽ ഒരു ജീവനക്കാരനുമില്ല. എങ്കിലും ഒരിക്കൽ പസഫിക്കിൻ്റെയും ലോകത്തിൻ്റെയും ഭാവി നിർണ്ണയിക്കാനാകും. ഇതുപോലുള്ള കഥകൾക്കായി ദ സ്റ്റോറി ബിഹൈൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക.